ഇത് പക്ഷെ ഇപ്പം മാങ്ങ ഉണ്ടോ അതിനകത്ത്? താഴെ വീണിട്ടുണ്ടോ? ഇല്ല, താഴെ വീണിട്ടുണ്ട്, പക്ഷെ പച്ചയല്ലേ ഉള്ളൂ. പച്ചയല്ലയോ? നല്ല നല്ല സൂപ്പർ മാങ്ങ. അതുകൊണ്ട് വീണ്ടും മാങ്ങ, അതുകൊണ്ട് അവിടുത്തെ വലിയ മാങ്ങ സൂം ചെയ്ത് കഴിഞ്ഞാൽ മാങ്ങ കിട്ടും. വോട്ടെടുപ്പിന്റെ ഒരു ബഹളമാണ് ഇവിടെ. വോട്ടെടുപ്പിന്റെ ഒരു ബഹളമാണ് ഇവിടെ ഇപ്പം നടക്കുന്നത്. മാങ്ങ ഇതാണ് താഴോട്ട് ചാടി കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ എത്തും. വേണ്ട, പ്രിയയുടെ ഒരു കണ്ടുപിടുത്തമാണിത്. താഴോട്ട് ചാടി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ താഴെ എത്തും. അതാണ് കളിച്ച. തെങ്ങും കരിക്കിന്റെ ബഹളമാണ് ഇവിടെ. വീണ്ടും മാവ്, വീണ്ടും മാങ്ങ. മാങ്ങകൾ അങ്ങനെ കിളിച്ച് നിൽക്കുകയാണ്. ഇതൊക്കെ എപ്പോൾ കഴിച്ചു തീർക്കുമെന്ന് ഞാൻ ആലോചിക്കുന്നത്. കഴിച്ചു തീർക്കാൻ പറ്റില്ലെങ്കിൽ കുറച്ച് പാഴ്സലാക്കി കൊണ്ടുപോകാറുണ്ട് അല്ലയോ? 18 പടിയാണ് നമുക്ക്. ചെറുപ്പത്തിലൊക്കെ ഞാൻ ഒത്തിരി നടന്നു കയറി പോവായിരുന്നു. ഇപ്പൊ പണ്ടത്തെ പോലെ വയ്യ. തുളസി, തുളസി. ഇതാണിത് പയർ കൃഷി. പയർ കൃഷി നമ്മൾ കണ്ടില്ലായിരുന്നു. പിടിക്കുന്നു പ്രിയ. പയറുണ്ടോ അതിനകത്ത്? മുഞ്ഞ കയറി. പയറിൽ മുഞ്ഞ കയറി. അതിനെ എങ്ങനെ മാറ്റാമെന്നാണ് പ്രിയ ഇങ്ങനെ ചെയ്തോണ്ടിരിക്കുന്നത്. ഉണ്ടോ? എന്റെ ദേഹത്ത് തേച്ച് കംപ്ലീറ്റ് മുഞ്ഞ എന്റെ ദേഹത്തായി. ഇവിടെ കംപ്ലീറ്റ് മാങ്ങ ഉണ്ടോ നോക്കാം. നാട്ടുമാങ്ങ ഉണ്ടോ? ഉണ്ടെങ്കിൽ മാങ്ങ ഉണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ ചാടി വീഴും. അതുകൊണ്ടൊരു മാങ്ങ ഉണ്ട്. യെസ്, ഒരു മാങ്ങ ആണ് കൈ കിട്ടിയേക്കുന്നത്. ഞാൻ തന്നെ മാങ്ങ ഇതെങ്ങനെ തിന്നണ്ടേന്ന് ഞാൻ പിന്നെ ഒരു ദിവസം പഠിപ്പിച്ചു തരാം. ഇതിപ്പോ പച്ചയായി പോയി. അല്ല, പഴുത്ത് കാണും അത്. അതുകൊണ്ടൊരു മാങ്ങ വീണ്ടും വേണ്ടേ? വീണ്ടും 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 മടക്കുന്നു. മാങ്ങയുടെ ബഹളമാണല്ലോ. വീണ്ടും മാങ്ങ. ഇവിടെ അട്ടയുടെ മേളമാണ്. മാങ്ങ ഉണ്ട്. ഇത് നമ്മൾ മാത്രം കഴിക്കേണ്ട സാധനമല്ല, അണ്ണാനും കഴിക്കേണ്ടതാണ് എന്ന് തെളിയിച്ചുകൊണ്ട് അണ്ണാൻ കഴിച്ച മാങ്ങ. വീണ്ടും മാങ്ങ. അണ്ണാൻ കഴിച്ച മാങ്ങ വേണ്ടേ? ഇപ്പൊ എത്ര മാങ്ങയായി? ഇപ്പൊ 3 മാങ്ങ ആയിരിക്കുന്നു. വെറുതെ ഇങ്ങോട്ട് നടന്നു വന്ന ഉടനെ തന്നെ 3 മാങ്ങ. ഇനിയും കാണും മാങ്ങ. പക്ഷെ നമുക്ക് സമയമില്ല, അതിനാൽ നമ്മൾ അങ്ങോട്ട് നീങ്ങുകയാണ്. ഇതൊക്കെ കഴിച്ചു തീർക്കാൻ വലിയ പാടാ. അപ്പം അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് നീങ്ങി. ഇത് വേറൊരു മാവാ. ഇതിനകത്ത് വലിയ മാങ്ങായ. സൂം ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ മാങ്ങ കാണിക്കാമല്ലോ. അത് പോട്ടെ, ഉള്ള മാങ്ങ കൊണ്ട് നമ്മൾ പോവുകയാണ്. ഇതാണ് പഴം കൊല. ഇതാണ് നമ്മുടെ പഴം. വാഴക്കൃഷി. വാഴക്കൃഷിയാണത്. വീണ്ടും 3 മാങ്ങ എന്റെ കയ്യിലിരിപ്പുണ്ട്. മാങ്ങയാണത്. അങ്ങനെ നമ്മൾ നീങ്ങുകയാണ്. എൻ്റെ ഗൈഡ് മുമ്പേ പോകുന്നു. കുറേ ക്യാമറമാനുണ്ട്. അതുകൊണ്ടൊരു പട്ടി അവിടെ അതിലെ വരുന്നുണ്ട്. പട്ടിയെ കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? ഇല്ല, കണ്ടില്ലേ? ഞാൻ കണ്ടു. ഓക്കെ, അതവിടെ നിന്നോട്ടെ. നമ്മുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് അമ്മ ഓടിക്കളിച്ച് കിടന്ന മുറ്റമാണിത്. ഇതൊരു വിശാലമായിട്ടുള്ള ഓടിക്കളിച്ച് എങ്ങനെയാണെന്ന് കാണിക്കുന്നതായിരിക്കും. ഒരു റൗണ്ട് ഓടിക്കോ. ഓടിക്കളിച്ച മുറ്റമാണിത്. വേണ്ടേ? ഞാൻ എടുക്കാം. ഓടിക്കളിക്ക്. ഇത് പിടിച്ചാൽ മതി. ഞാൻ ഓടിക്കളിച്ച് കാണിക്കാം. ഇത് ഇങ്ങനെ ഓടിക്കളിച്ചൊരു മുറ്റമാണിത്. ഓടിക്കളിച്ച് അവശനായി വരുന്നത്. ഓടിക്കളിച്ച മുറ്റം ഇതാണ്. എത്ര ഓടിയിട്ടും പ്രിയയുടെ കഴുത്തിൽ കിടക്കുന്ന മാല എത്ര ഓടിയിട്ടും അമ്മയുടെ തടി ഉറങ്ങിയിട്ടില്ല. എന്നെ കണ്ടോളൂ, ഇതാണ് മാല. സുഷമ വാങ്ങിച്ചെന്ന മാലയാണിത്. വെരി ഗുഡ്.
കന്യാകുമാരിയിലെ മാലയാണ്. ഇതിപ്പോ അനുശേഷം ഇടാൻ പോവുകയാണ്. അയ്യോ അയ്യോ ആ മാല ഇടാൻ പോവുകയാണ്. ആ മാല ഇട്ട് നല്ല ഭാരം ഉണ്ടല്ലോ ഇത്. ആണോ? ആ എനിക്കൊന്നും ഇടാം. ഈ മാല ഇങ്ങനെ കഴുത്തിലിട്ടാണ് ഞാൻ വീണ്ടും. ശങ്കിന്റെ ആണോ? ലൈറ്റർ അടിച്ച് കാണിച്ചോ? ആണോ? ഒറിജിനലാന്ന് പറഞ്ഞവര്. എത്ര രൂപയ്ക്കാ മേടിച്ചത്? 20 രൂപയ്ക്ക്. 40 രൂപയ്ക്ക് അമ്മയ്ക്ക് ഒറിജിനൽ പേൾ മാല കേട്ടോ. എല്ലാരും നാണ്ട വിശ്വസിക്കണം. അമ്മയ്ക്ക് മാത്രം സ്പെഷ്യലായിട്ട് അയാൾ കൊടുത്തൊരു മാലയത്. വേണ്ടേ 40 രൂപയ്ക്ക് അമ്മയ്ക്ക് ഒറിജിനൽ പേൾ മാല. ഹൈദരാബാദിൽ പോലും കിട്ടത്തില്ല. ഒരു പ്രത്യേകതരം മാല വേണ്ടേ. ആ ഓ അമ്മയുടെ ഗ്ലാമർ അതുകൊണ്ട് കൂടിപ്പോയി. ക്യാമറയ്ക്കകത്ത് ഗ്ലാമർ എല്ലാം കൂടെ നിൽക്കുമെന്നുള്ളതാ. ആ വീണ്ടും തിരിച്ച് ഈ 40 രൂപയുടെ സൂപ്പർ മാല വീണ്ടും ഇടുകയാണ്. സ്കൂളമ്മ നേരത്തെ ഫുഡ് കഴിച്ചില്ലായിരുന്നു. ഇപ്പൊ സ്കൂളമ്മ ഫുഡ് കഴിക്കുകയാണ്. ഫുഡ് കഴിച്ച് തീർന്നു. ആ അത് കുഴപ്പമില്ല. നമ്മള് മാങ്ങ പറിക്കാൻ പോയത് കാരണം കുറച്ചു നേരം ഇല്ല. സ്കൂളമ്മയുടെ മോളുമാണ് ഇത്. ടീച്ചറിന്റെ മോളും കൊച്ചുമോൾ പ്രിയ. സ്കൂളമ്മ. ഇതും ഒരു മോനാണ്. അമ്മയുടെ കൊച്ചുമോനാണ്. ഭയങ്കര സ്നേഹം കാണിക്കുകയാണ്. മൂത്ത കൊച്ചുമോനാണിത്. ഇളയാള് വന്നിട്ടില്ല. ഇതുപോലത്തെ ഒരു സാധനം അമ്മയ്ക്കും ഉണ്ട്. അത് പാരമ്പര്യ മഹിമയാണ്. ഇത് കൊടുത്തേക്കുന്ന രണ്ടുപേർക്ക് കിട്ടിയിട്ടുണ്ട്. എനിക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് ചെറുത്. ഒരു വിത്തുണ്ടല്ലേ? ചെറുതുണ്ട്. ഇനിയിപ്പോ അടുത്ത പ്രാവശ്യം ആർക്കും കിട്ടുമെന്ന് തോന്നുന്നില്ല. സ്പെഷ്യലായിട്ട് കൊടുത്തേക്കുന്ന സാധനം. അങ്ങനെ അപ്പച്ചന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് എങ്ങനെയുണ്ട് അപ്പച്ചന്? ഇന്റർവ്യൂ ഇന്റർവ്യൂ. സ്കൂളമ്മ ഏത് സ്കൂളിലായിരുന്നു പഠിപ്പിച്ചോണ്ടിരുന്നേ? താഴത്തുകുളക്കട DVUPS. നമ്മുടെ അമ്മയുടെ വീട്ടുപേരെന്തായിരുന്നു? ഐരുവേലിൽ. അമ്മ എത്ര പേരായിരുന്നു? ഞങ്ങൾ 4 മക്കൾ. 4 മക്കളായിരുന്നു. എത്ര ആണുങ്ങള്? 2 ആണും 2 പെണ്ണും. തോമസ് കുളക്കട. മൂത്തയാളുടെ പേര് പ്രൊഫസർ AG ജോർജ്. രണ്ടാമത്തത് അല്ല 2 ആണുങ്ങളെ. ഞാൻ പിന്നെ തങ്കമ്മയും മേരിക്കുട്ടിയും. ഓക്കെ. ഇവരിപ്പം ബാക്കി 3 പേര് എവിടെയാണ്? ഒരാള് തിരുവനന്തപുരം. അതാരാണ്? 2 പേര് തിരുവനന്തപുരം. 2 പേര് തിരുവനന്തപുരമാണ്. ഒരാള് ചെങ്ങന്നൂർ. ഓക്കെ ഇവിടോട്ട് നോക്കിയോ. അതായത് തിരുവനന്തപുരത്തുള്ളവർക്ക് 2 മക്കളുമാരാണ്. തിരുവനന്തപുരത്തുള്ളവർക്ക് 2 പേർക്കും ഈ 2 മക്കൾ. ഈ 2 മക്കളുമാരാ. അവര് പഠനമൊക്കെ കഴിഞ്ഞ് ജോലിയിലാണ് അല്ലേ? ഓക്കെ. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിസ്റ്ററാ ഉള്ളത്. ചെങ്ങന്നൂരാ. അവരുടെ മക്കളുമാരൊക്കെ കല്യാണം കഴിഞ്ഞു. അവർക്ക് 3 മക്കള്. 2 ആണും 1 പെണ്ണും. അവരുടെ കല്യാണം കഴിഞ്ഞു. അവർക്ക് ഈ 2 മക്കള്. ഓക്കെ. സ്കൂളമ്മയുടെ ആയിരുന്നു ഏറ്റവും മൂത്ത കല്യാണം? ഞാനാ ഏറ്റവും മൂത്തത്. ആദ്യം കല്യാണം കഴിഞ്ഞത് എന്റെ സ്കൂളമ്മയുടെ. ഓക്കെ. രണ്ടാമത് അപ്പൊ ആദ്യം കൊച്ചുമക്കളുള്ളതെല്ലാം സ്കൂളമ്മയ്ക്ക് ആദ്യം കൊച്ചുമക്കൾ വന്നത് അല്ലയോ? ഇങ്ങോട്ട് നോക്കിയോ. ഇങ്ങോട്ട് സ്കൂളമ്മയ്ക്കാണ് ആദ്യത്തെ കൊച്ചുമക്കള്. ആദ്യത്തെ മൂത്ത കൊച്ചുമോൻ എന്ന് പറഞ്ഞാൽ ഞാനല്ലയോ? ആദ്യത്തെ കൊച്ചുമോൻ അനിഷ. രണ്ടാമത്തെ കൊച്ചുമോള ലിഷ. അല്ല ലിഷയ മൂത്തത്. ആണോ? അത് കഴിഞ്ഞിട്ട് മൂന്നാമത്തത് അനൂപ. അതായത് അനൂപ. നാലാമത്തത് ലിയ. അഞ്ചാമത്തത് ലിയ. അതോ മറ്റേ പ്രിയ. പിന്നെ അഞ്ചാമത്തത് സ്നേഹ. ആറാമത്തത്
വന്നില്ല. ഏഞ്ചൽ ഉണ്ട്. അപ്പൊ അങ്ങനെയാണ് ഇവിടുത്തെ ഇളയ മോനും അപ്പച്ചനും അമ്മയാണ് ഇപ്പൊ വീട്ടിലുള്ളത് അല്ലയോ? അവരുടെ മോളും. അത് ശരി. ഓക്കെ. അവരിപ്പം ഈസ്റ്റർ ആയിട്ട് അവരുടെ വീട്ടിലോട്ട് പോയേക്കുവാ. പിന്നെ 13-ാം തീയതി വരും. 13-ാം തീയതി രാവിലെ വരും. ഏപ്രിൽ 13, 2009 വരും. ഓക്കെ.